ഒരു ബാർക്കോഴ വിവാദ കാലമാണ്. ആദ്യ ബാർക്കോഴ ഉയർന്നു വന്നപ്പോഴും അവിടെ കെ എം മാണിയെ പോലെ തന്നെ ആ വിവാദങ്ങളിൽ, ആ ചർച്ചകളിൽ ഇടം പിടിച്ച ഒരാളുണ്ടായിരുന്നു, നോട്ടെണ്ണൽ മെഷീൻ. രണ്ടാമത് ബാർക്കോഴ വന്നപ്പോഴും നോട്ടെണ്ണൽ മെഷീൻ്റെ ചർച്ചകൾ സജീവമാവുകയാണ്. അന്ന് ചർച്ചകളിലുണ്ടായിരുന്നുള്ളൂ, ഇന്ന് പ്രതിഷേധ രംഗത്തേക്ക് കൂടി കടന്നു വന്നിരിക്കുകയാണ് നോട്ടെണ്ണൽ മെഷീൻ. ആരെങ്കിലും കോട വാങ്ങിയതിന് ഞാൻ എന്ത് പിഴച്ചു എന്ന് ചോദിക്കുകയാണ് ഒരു പാവപ്പെട്ട നോട്ടെണ്ണൽ മെഷീൻ. യൂത്ത് കോൺഗ്രസ്സുകാർ മന്ത്രിക്ക് സമ്മാനിക്കാനായി കൊണ്ടുവന്ന നോട്ടെണ്ണൽ മെഷീനാണ്. മന്ത്രി ഇവിടെയില്ല, വിദേശത്താണ്. പോലീസുകാർ അത് മന്ത്രി വസതിയിൽ എത്തിക്കാൻ അനുവദിച്ചതുമില്ല. പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്തത് അവരുടെ ഒരു കൊടിയും നാട്ടി നടു റോഡിൽ ഈ നോട്ടെണ്ണൽ മെഷീൻ ഇവിടെ ഉപേക്ഷിച്ച് മടങ്ങിയിരിക്കുകയാണ്. മെഷീനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ്. കസ്റ്റഡിയാണോ അറസ്റ്റാണോ എന്നുള്ളതൊക്കെ ഏറെ പ്രധാനമാണ്. ഓടിക്കൊണ്ടുപോവുകയാണ്. നോട്ടെണ്ണൽ മെഷീനാണ്, നോട്ടുകൾ എണ്ണാനുള്ളതാണ്, പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പോലീസ് എടുത്ത് ഓടി പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. നോട്ടെണ്ണൽ മെഷീൻ അങ്ങനെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഒരു സമരത്തിന് വന്നു, സമരക്കാർ ഓടി രക്ഷപ്പെട്ടു, പക്ഷേ നോട്ടെണ്ണൽ മെഷീൻ കസ്റ്റഡിയിലായ ഒരു കാഴ്ചയാണ്. വളരെ വേഗം ഈ ആളുകളെയൊക്കെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന മാതിരിയാണ് പോലീസ് പൊക്കിയെടുത്ത് ഒരു മെഷീൻ ജീപ്പിനകത്ത് കയറിയിരിക്കുന്നു. അത് കൊണ്ടുപോവുകയാണ്, പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോവുകയാണ്. സമരത്തിന് വന്ന് നോട്ടെണ്ണൽ മെഷീൻ അങ്ങനെ കസ്റ്റഡിയിലായിരിക്കുന്നു, പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ള ഒരു കൗതുകകരമായ കാഴ്ചയ്ക്കാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ സമരത്തിന് തിരുവനന്തപുരത്ത് വേദിയായി. സമരക്കാരെ ഇതുപോലെ കൊണ്ടുപോയത് കണ്ടിട്ടുണ്ട്, പക്ഷേ നോട്ടെണ്ണൽ മെഷീൻ എങ്ങനെ കൊണ്ടുപോകുന്ന ആദ്യ കാഴ്ചയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.